സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. എല്ലാവരുടെയും പേര് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഴയ മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ എത്തുന്നതേ ഉള്ളൂ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ. രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി 150 പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു. വെറുതെയാണോ? കണ്ണൂരിലെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളെ പോലും വെല്ലുന്ന തരത്തിൽ ഉണ്ടായിരുന്ന രാവണൻ കോട്ടകൾക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് കാപട്യം കൊണ്ടൊന്നും ഇലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എൻ്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് തിരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ തലമുറ എന്ന് പറയുന്ന അവർക്ക് രാഷ്ട്രീയമായിട്ട് ജ്ഞാനമുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിലല്ല, അവർക്ക് നിലപാടുകളുണ്ട്. നമ്മളേവരും ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട MLA പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വർക്കല കഹാർ വിൻസെന്റ് സർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന എല്ലാ നേതാക്കളും, BRM ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരുടെയും പേര് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഴയ മെമ്മറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് പുതിയ മെമ്മറിയൊക്കെ എത്തുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, രാഹുൽ ജയിലിൽ പോയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി 150 പെൺകുട്ടികൾ അവിടെ കാത്തു നിന്നിരുന്നു. വെറുതെയാണോ 18,800 വോട്ട് ഭൂരിപക്ഷം കിട്ടിയത്? ഷാഫി പോയപ്പോൾ പകരം രാഹുലാ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട്ടെ വോട്ടുകൾ എങ്ങനെയാണ് പോൾ ചെയ്തിരിക്കുക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. ഞാനീ പലപ്പോഴും BJP-യിൽ നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻസ്റ്റാ വോട്ടേഴ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇൻസ്റ്റാ വോട്ടേഴ്സ്, അതായത് ഒരു 18 വയസ്സ് മുതൽ മുകളിലേക്കുള്ള വോട്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കാർക്കും ഇങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെ താല്പര്യം, അതായത് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷെ അവർ പൊളിറ്റിക്കലി നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ്. ഇപ്പം എൻ്റെ മകനൊക്കെ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം അവന് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല, പക്ഷേ സംസാരിക്കുന്ന പലപ്പോഴും അമേരിക്കൻ ഇലക്ഷനെ കുറിച്ചോ യൂറോപ്പിലെ ഏതെങ്കിലും ഇലക്ഷനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമായിട്ട് ജ്ഞാനമുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിലല്ല, അവർക്ക് നിലപാടുകളുണ്ട്. ആ നിലപാടുകളുള്ള കുട്ടികൾക്ക് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട്. പഴയതുപോലെയുള്ള കാപട്യം കൊണ്ടൊന്നും ഇലക്ഷൻ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എൻ്റെ പഴയ പാർട്ടിക്കാർ പാലക്കാട് തിരഞ്ഞെടുപ്പോടുകൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേവലം ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥി അങ്ങ് നിശ്ചയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അയാൾക്കങ്ങ് വോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാൻ കഴിവുള്ള ഒരു യുവതലമുറ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയുടെ മികവ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത ഇതൊക്കെ പരിഗണിക്കും. അങ്ങനെ പരിഗണിച്ചപ്പോൾ പാലക്കാട് 916 ക്യാരറ്റുള്ള രാഹുൽ മാങ്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ അവിടെ റോൾഡ് ഗോൾഡിന് എന്താണ് പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുക. അതുകൊണ്ട് തന്നെയാണ് രാഹുലിൻ്റെ വലിയ ഭൂരിപക്ഷം. അത് രണ്ടാമത്തേത് അവിടുത്തെ UDF-ന്റെ പ്രവർത്തനം, അത് പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, തിരുവനന്തപുരത്തടക്കം വന്നിട്ടുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിന്ന് പോയിട്ടുണ്ട്. ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ അവസാനത്തെ 5-6 ദിവസമാണ് ഞാൻ UDF-ന്റെ ഭാഗമായിട്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൃഷ്ണകുമാറിന് വേണ്ടിയിട്ടും അവസാനത്തെ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചയാളാണ്, വോട്ട് ചോദിച്ചയാളാണ് ഞാൻ. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ പോലും ഞാൻ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് പാലക്കാട്ടെ എതിരാളികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാതിരുന്ന, പോളിംഗ് ബൂത്തിൽ ഏജന്റുമാരെ ഇരുത്താൻ പോലും അനുവദിക്കാതിരുന്ന കണ്ണൂരിലെ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളെ പോലും വെല്ലുന്ന തരത്തിൽ ഉണ്ടായിരുന്ന രാവണൻ കോട്ടകൾക്കുള്ളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് കടന്നു ചെല്ലുകയും അവിടെ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. എന്തായാലും രാഹുൽ ഇനി മുതൽ പാലക്കാടിൻ്റെ രാഹുലാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. ഭാവിയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഭാവി കേരളത്തിൻ്റെ രചന നടത്താൻ ശേഷിയും ശേമൂഷിയുമുള്ള ഒരു യുവ നേതാവ് അദ്ദേഹത്തെ പാലക്കാട് വിജയിപ്പിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിൽ എന്നെ കൂടി സ്വീകരിച്ചിട്ടുള്ള തിരുവനന്തപുരം DCC-ക്കും അതിൻ്റെ അധ്യക്ഷനും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.